തിരുവാഭരണത്തിലമ്മ. ഭക്തസഹസ്രങ്ങൾക്ക് അഭയവും ആശ്വാസവും അരുളുന്ന സാത്വിക സ്വഭാവമുള്ള സ്വയംഭൂവായ വനദുർഗയുടെ പുണ്യപുരാതന ക്ഷേത്രമാണ് ചവറ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ ആത്മീയതയുടെ പരിപാവനത്വം തുളുമ്പി നിൽക്കുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുരാതന കാലത്ത് കാടും പടലും ഇടതൂർന്നു വളർന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ ക്ഷേത്രാങ്കണത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് ഭൂതക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചെറിയ കുളവും ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് വിസ്തൃതമായ ചിറയും. വർഷകാലങ്ങളിൽ ഇവ രണ്ടും കരകവിഞ്ഞ് സമീപത്തുള്ള പാടങ്ങളിലേക്ക് ഒഴുകുന്നു. പുല്ലും വെള്ളവും സുലഭമായ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കാലികളെ മേയ്ക്കാൻ ഇടം കണ്ടെത്തി. ഒരു ദിവസം അടർന്നു വീണ് കിട്ടിയ നാളികേരം ഭൂതക്കുളത്തിന് തെക്കുകിഴക്ക് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ വെച്ച് തൊണ്ടു നീക്കം ചെയ്യാൻ ശ്രമിക്കവേ നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് നിണം വാർന്നു വന്നു. പരിഭ്രാന്തരായ അവർ വീടുകളിലെ മുതിർന്നവരെ വിവരം ധരിപ്പിച്ചു. നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വയ്പ്പിച്ചു നോക്കിയപ്പോൾ ശിലയിൽ സാത്വിക സ്വഭാവമുള്ള വനദുർഗ കുടികൊള്ളുന്നുവെന്നും നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനു വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണമെന്നും കാണാൻ കഴിഞ്ഞു. അന്നേ ദിവസം മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി. കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുന്നിൽ വിളക്കെടുത്തു. ഹായ്, എൻ്റെ പേര് ശിഖ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. വീട് ട്രിവാൻഡ്രം ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ്. ഞാൻ 4 വർഷമായിട്ട് ഇവിടെ വിളക്കെടുക്കുന്നുണ്ട്. ഞാൻ വിളക്കെടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ സംഭവങ്ങളും എനിക്ക് ഈ 4 വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊറോണ സമയത്ത് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാ സമയത്തും മാക്സിമം ഞാൻ വരാൻ നോക്കിയിട്ടുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വച്ചു. കുളക്കരയിലെ സ്വയംഭൂവായ വനദുർഗയുടെ ക്ഷേത്രം പിന്നീട് കൊറ്റൻകുളങ്ങര ക്ഷേത്രമായി അറിയപ്പെട്ടു. വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര പാടില്ലെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ താന്ത്രിക വിധിപ്രകാരം നിർമ്മിച്ച മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ ഋതുഭേദങ്ങളെല്ലാം തന്നിലാവാഹിച്ച് ശക്തിസ്വരൂപിണിയും എന്നാൽ വാത്സല്യനിധിയുമായ ദേവി തൻ്റെ ഭക്തരിൽ കാരുണ്യാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു. വനദുർഗയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ മഹാഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവർ ഉപദേവതമാരായി ഇവിടെയുണ്ട്. എൻ്റെ പേര് ശൈലേഷ്. ഞാൻ ചവറ സ്വദേശിയാണ്. ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഈ ഒരു ദിവസം ഞാൻ വിളക്കെടുക്കുന്നുണ്ട്. 10-15 വർഷമായിട്ടുള്ള നിരന്തരമായിട്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. കാര്യം നമ്മൾ കാര്യങ്ങളെല്ലാം നേടിത്തരുന്നതുകൊണ്ടാണ് ഈ ഒരു നേർച്ച ഇന്നേ വരെ മുടക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. കാര്യസാധ്യങ്ങൾ എല്ലാം ആഗ്രഹങ്ങളും അത് സാധിക്കുമ്പോഴാണ് ഓരോ വർഷം തോറും അങ്ങനെ എടുത്തെടുത്ത് വന്നിട്ടുള്ളത്. അല്ല, ഇപ്പോഴും ഓരോ ആഗ്രഹങ്ങൾ നടന്നതിന് ഇത് മുന്നോടിയാണ് ഇപ്പോഴും അടുത്ത നേർച്ച എടുത്തേക്കുന്നത്. സാധനമാണ്. ഞാൻ കുട്ടികൾ എൻ്റെ അടുത്തുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ 2ാം തവണയാണ് വിളക്കെടുക്കുന്നത്. പിന്നെ എനിക്കൊരു 10 വയസ്സോട്ട് ഞാൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ ഫസ്റ്റ് എടുക്കുന്നത്. ഭക്തജനങ്ങളുടെ ഇച്ഛാനുസരണം നടത്താറുള്ള കൊറ്റൻ നിവേദ്യം, ഇടിച്ചു പിഴിഞ്ഞ പായസം, പന്തിരുനാഴി തുടങ്ങിയ വഴിപാടുകൾക്ക് പുറമെ
സ്ത്രീ സമൂഹം നാരങ്ങ വിളക്കും ചന്ദ്രപ്പൊങ്കാലയും അഭംഗുരം നടത്തിവരുന്നു. ഉത്സവകാലത്തെ പ്രധാന വഴിപാടാണ് അൻപൊലിപ്പറ. എന്നാൽ ഇതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതും ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതുമായ ആചാരമാണ് മീനം 10, 11 തീയതികളിൽ രാത്രിയിൽ നടക്കുന്ന ചമയവിളക്ക്. അഭീഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതാനുഷ്ഠാനത്തോടെ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്കെടുക്കുന്നു. സഞ്ജന എന്നാണ്, ഞാൻ എറണാകുളത്താണ് വരുന്നത്. എല്ലാ വർഷവും വരാറുള്ളതാണ്. ഈ പ്രാവശ്യവും വന്നു. നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അമ്മേനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നാണ് വിശ്വാസം. അതുപോലെയാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ മുടങ്ങാണ്ട് ഒരു 5 വർഷമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അതുപോലെ ഈ പ്രാവശ്യം വന്നേക്കുവാണ്. അമ്മേനെ കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട്. വന്നതിൽ സന്തോഷമുണ്ട്, കണ്ടതിലും സന്തോഷമുണ്ട്. ഞാൻ ആദ്യ വർഷമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ അസുഖം ഭേദമാവുന്നതിന് വേണ്ടി എൻ്റെ അളിയൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് അവരതിന് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എടുക്കുന്നത്. കൊള്ളാം, കണ്ടപ്പോഴത്തേന് എനിക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഞങ്ങൾ മിക്ക വർഷങ്ങളിലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. നമ്മളെന്തെങ്കിലും നമ്മുടെ ഒരു മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മൾ വിളക്കെടുത്താൽ നമുക്ക് അതിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മിക്ക പ്രാവശ്യവും നമ്മൾ വിളക്കെടുക്കാറുണ്ട്. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ മിക്ക പ്രാവശ്യങ്ങളിലും എടുക്കാറുണ്ട്. കിഴക്ക് കുഞ്ഞാലുമൂട് മുതൽ ആറാട്ടുകടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് ചമയവിളക്കുകൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി ദേവി കുഞ്ഞാലുമൂട്ടിൽ നിന്നും എഴുന്നള്ളുന്നു. ദേവിയുടെ എഴുന്നള്ളത്ത് അവാച്യവും ഭക്തി നിർഭരവുമായ ആനന്ദാനുഭൂതിയാണ് ഭക്തജനങ്ങളിൽ ഉളവാക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ വിളക്കുകളും കുഞ്ഞാലുമൂടിലേക്ക് നീങ്ങേണ്ടതാണ്. ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ വിളക്കുകളും കുഞ്ഞാലുമൂടിലേക്ക് നീങ്ങേണ്ടതാണ്. ചമയവിളക്കെടുക്കേണ്ട എല്ലാ ഭക്തജനങ്ങളും 100 രൂപയുടെ സംഭാവന കൂപ്പൺ കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നോ വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ നിന്നോ വാങ്ങേണ്ടതാണ്. ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ വിളക്കുകളും കുഞ്ഞാലുമൂടിലേക്ക് നീങ്ങേണ്ടതാണ്.
വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞതിനു ശേഷം കൽപ്പവൃക്ഷത്തിന്റെ സ്വർണവർണാഭമായ കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കുന്നു. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരകളുടെ നേതൃത്വത്തിൽ വരുന്ന എടുപ്പ് കുതിരയുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും സമന്വിത സമ്മേളനമായ കെട്ടുകാഴ്ച ഉത്സവത്തിന്റെ ഒരു പ്രധാന ഇനമാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഇവിടെ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്നു. ഈ സമയങ്ങളിൽ ഇവിടെ വളരെ വലിയ ഭക്തജനത്തിരക്കും അനുഭവപ്പെടാറുണ്ട്. നാനാ ദിക്കുകളിൽ നിന്നുള്ള ജനങ്ങളാണ് ചമയവിളക്ക് സമയത്ത് ക്ഷേത്രത്തിൽ എത്തുന്നത്. സഹോദരി സഹോദരനെ ഒരുക്കുന്നതും ഭാര്യ ഭർത്താവിനെ ഒരുക്കുന്നതും അമ്മമാർ മക്കളെ ഒരുക്കുന്നതും എല്ലാം ഉത്സവ സമയത്തുള്ള പതിവ് കാഴ്ചകളാണ്. ചമയവിളക്ക് കാണാനും കെട്ടുകാഴ്ചകൾ കാണാനും ദേവിയെ ദർശിക്കാനുമെല്ലാം പ്രദേശവാസികൾക്ക് പുറമെ വിവിധ ദിക്കിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നു. ചമയവിളക്കുമായി ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുന്ന ഭക്തർ കിഴക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് കുഞ്ഞാലിമൂട്ടിലോട്ട് പോകേണ്ടതാണ്. ചമയവിളക്കുമായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഭക്തർ കിഴക്കേ ഗേറ്റ് വഴി കുഞ്ഞാലിമൂട്ടിലോട്ട് പോകേണ്ടതാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ ചമയവിളക്കുമായി നിൽക്കുന്ന ഭക്തർ കിഴക്കേ ഗേറ്റ് വഴി കിഴക്കോട്ട് പോകേണ്ടതാണ്.
അത് ചെയ്യാൻ പാടില്ല. ഞാനെപ്പോഴും എടുക്കുന്നതിന് ചമയളൊക്കെ എടുക്കാൻ വന്ന ഭക്തർ വടക്കേ ഗേറ്റിൽ ഉത്സവ കമ്മിറ്റി വോളണ്ടിയർ കഴിയുന്നു. 100 രൂപയുടെ സംഭാവന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അകത്തോട്ട് കയറ്റിയെടുത്തില്ല.